നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഏതെങ്കിലും ഒരു നിമിഷം എടുത്തു നോക്കിയാൽ അവിടെ ടാറ്റ എന്ന ബ്രാൻഡ് നമ്മൾ ഉപയോഗിച്ച് കാണുമെന്നത് ഉറപ്പാണ്. എങ്ങനെയെന്നല്ലേ പറഞ്ഞു തരാം. നിങ്ങൾ ബസ്സിലോ കാറിലോ യാത്ര ചെയ്യുമ്പോൾ അവിടെ കാണാം ടാറ്റ മോട്ടോഴ്സ്. ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെയുമുണ്ട് ടാറ്റയുടെ എയർ ഇന്ത്യ. ഒരു കപ്പ് ചായ കുടിക്കണോ? ടാറ്റ ടീ ഉണ്ടെന്നേ. ഇനി ഒരു ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ ടാറ്റയുടെ താജ് ഹോട്ടലുണ്ട്. ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങണമെങ്കിൽ അവിടെയുമുണ്ട് ടാറ്റയുടെ വെസ്റ്റ് സൈഡും സ്റ്റുഡിയോയും. ഇനി ജ്വല്ലറീസ് വേണോ? നേരെ ടാറ്റയുടെ തനിഷ്കിലേക്ക് വിട്ടോ. അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ടാറ്റയുടെ കീഴിലുണ്ട്. വെറുതെ പറഞ്ഞതല്ല, ടാറ്റ സോൾട്ട് ഇന്ന് പാചകക്കാരുടെ പ്രിയപ്പെട്ട പ്രൊഡക്റ്റാണ്. ഇതിനുമൊക്കെ പുറമെ ടാറ്റ സ്റ്റീൽ, ടാറ്റ പവർ, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ടാറ്റ കെമിക്കൽസ്, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് എന്നിങ്ങനെ 100-ലധികം കമ്പനികൾ വേറെയുമുണ്ട് ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിൽ. ടാറ്റ ഗ്രൂപ്പ് ബിസിനസ്സിലൂടെ നേടിയ ലാഭത്തിനുമപ്പുറം ഇന്ത്യയുടെ വ്യാവസായിക പുനർനിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഗ്ലോബൽ ബിസിനസ് സ്റ്റേജിൽ ആ വിജയക്കൊടി പതിറ്റാണ്ടുകളായി പാറിപ്പറക്കുന്നു. ടാറ്റ ഗ്രൂപ്പ് നേടിയിരിക്കുന്ന ഈ പേരിനും പ്രശസ്തിക്കും സമ്പത്തിനും പിന്നിൽ ഒന്നും രണ്ടുമല്ല, വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെ കഥ പറയാനുണ്ട്. കഥ തുടങ്ങുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. ഇന്ത്യയിലേക്ക് കുടിയേറിയ പേർഷ്യൻ സെറാസ്ട്രിയൻ മതവിശ്വാസികളുടെ പിന്തുടർച്ചക്കാരാണ് പാഴ്സികൾ. വ്യത്യസ്തമായ ശവസംസ്കാര രീതി കൊണ്ടാണ് ഇവർ സമൂഹത്തിൽ ആദ്യം ചർച്ച ചെയ്യപ്പെട്ടത്. അതായത് അവരുടെ മതത്തിലുള്ള ആരെങ്കിലും മരണപ്പെട്ടാൽ അയാളെ അടക്കം ചെയ്യുന്നതിനോ ദഹിപ്പിക്കുന്നതിനോ പകരം ആ ശവശരീരം കഴുകന്മാർക്ക് ഭക്ഷണമായി നൽകുന്നതായിരുന്നു ഇവരുടെ രീതി. ഭൂമിയും അഗ്നിയും ഏറെ വിശുദ്ധമായ വസ്തുക്കളാണെന്നും ശവശരീരം അവയെ ദുഷിപ്പിക്കുമെന്ന വിശ്വാസം മൂലമാണ് അവരങ്ങനെ ചെയ്തത്. ഇന്ന് ആ രീതിയൊക്കെ മാറി. അങ്ങനെയുള്ള പാഴ്സി വംശ പരമ്പരയിലെ ഒരു പുരോഹിത കുടുംബം 16-ാം നൂറ്റാണ്ടിൽ അവരുടെ കുടുംബപ്പേര് ടാറ്റ എന്ന് സ്വീകരിച്ചു. ഗുജറാത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസമാക്കിയ ഈ കുടുംബത്തിൽ 1839 മാർച്ച് മാസം 3-ാം തീയതി ഒരു ആൺകുഞ്ഞ് പിറന്നു. അവൻ്റെ പേരായിരുന്നു നസർവാൻജി ടാറ്റ. വളരെ ചെറിയ പ്രായം മുതൽക്കേ വളരെ എനർജറ്റിക്കും സാധാരണ ആളുകളിൽ നിന്നും തനിക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന വാശിയും ആശയും ഉള്ളിൽ കൊണ്ട് നടന്നിരുന്ന കുട്ടിയായിരുന്നു നസർവാൻജി ടാറ്റ. അക്കാലത്തെ നാട്ടുനടപ്പ് പ്രകാരം ബാല്യത്തിലെ തന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിതനായ ആളായിരുന്നു നസർവാൻജി. എന്നാൽ ഒരു വൈവാഹിക ജീവിതത്തിൽ മുങ്ങിപ്പോകാതെ തൻ്റെ സ്വപ്നങ്ങളെ എങ്ങനെ സാധ്യമാക്കും എന്ന ചിന്തയായിരുന്നു അദ്ദേഹത്തിന്. തൻ്റെ ഗ്രാമത്തിൻ്റെ വേലിക്കെട്ടുകളിൽ നിന്നും പുറത്തു കടന്ന് വലിയൊരു ലോകത്തിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഈ ആഗ്രഹം അദ്ദേഹത്തിനെ കൊണ്ടെത്തിച്ചത് മുംബൈ പട്ടണം എന്ന വ്യവസായത്തിൻ്റെ കോട്ടയിലേക്കായിരുന്നു. അങ്ങനെ 20-ാമത്തെ വയസ്സിൽ തൻ്റെ കുടുംബത്തിനെയും കൊണ്ട് മുംബൈയിലേക്ക് അദ്ദേഹം വണ്ടി കയറി. ബോംബെയിൽ നസർവാജിയെ ആകർഷിച്ചത് കോട്ടൺ വ്യാപാരമായിരുന്നു. ഒരു ലോക്കൽ ബാങ്കറുടെയും സുഹൃത്തിൻ്റെയും സഹായത്തോടെ അദ്ദേഹം തൻ്റെ ആദ്യ സംരംഭം ആരംഭിക്കാൻ തീരുമാനിച്ചു. കണ്ണടച്ച് തുറക്കും മുമ്പ് തന്നെ നസർവാൻജി തൻ്റെ കോട്ടൺ എക്സ്പോർട്ട് ബിസിനസ് ബോംബെയിൽ ആരംഭിച്ചു. ഇതിനിടയിൽ അദ്ദേഹത്തിന് ഒരു മകൻ പിറന്നു. ജംഷഡ്ജി എന്ന് പേര് നൽകിയ അവൻ്റെ പഠനത്തിനായി തൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ലാഭവിഹിതം മാറ്റിവെക്കാൻ അദ്ദേഹം മറന്നില്ല. വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിയിരുന്ന അദ്ദേഹം തൻ്റെ മകന് ഏറ്റവും നല്ല വിദ്യാഭ്യാസം തന്നെ നൽകി. ജംഷഡ്ജിയുടെ വിദ്യാഭ്യാസം പൂർത്തിയായതിനോടൊപ്പം മറ്റൊരു സംഭവം കൂടി നടന്നു. നസർവാൻജി ടാറ്റ മകൻ ജംഷഡ്ജിയെ തൻ്റെ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി ഹോങ്കോങ്ങിലേക്ക് അയച്ചു. ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ്സുകാരൻ തൻ്റെ മകനെ വിദേശത്തേക്ക് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അയക്കുന്നത് വലിയ കാര്യമല്ലായിരിക്കാം. എന്നാൽ ഒന്നോർക്കുക, നസർവാൻജി ടാറ്റ തൻ്റെ മകനെ വിദേശത്തേക്ക് അയച്ചത് 1859-ലാണ്. അതായത് എയർ ട്രാവലൊക്കെ കണ്ടുപിടിക്കുന്നതിലും 44 വർഷങ്ങൾക്ക് മുൻപ്. അങ്ങനെ തൻ്റെ പിതാവിൻ്റെ ഉപദേശം മാനിച്ച 20-കാരനായ ജംഷഡ്ജി തൻ്റെ ഭാര്യയും കുഞ്ഞുമായി ഹോങ്കോങ്ങിലേക്ക് കപ്പൽ കയറി. തൻ്റെ പിതാവ് ഏൽപ്പിച്ച ബിസിനസ് അദ്ദേഹം ജപ്പാൻ, യൂറോപ്പ്, US എന്നിവിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു. ഇതിൻ്റെ ഒപ്പം ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റീൽ ഫാക്ടറിയുടെ കൺസ്ട്രക്ഷനും ആരംഭിച്ചു. തുടർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ 5-സ്റ്റാർ ഹോട്ടലും ടാറ്റ തുറന്നു. ഈ ഹോട്ടലിന് ഇന്ത്യയിലെ ആദ്യത്തെ 5-സ്റ്റാർ ഹോട്ടൽ എന്ന വിശേഷണം കിട്ടിയിരുന്നു. ഈ വിശേഷണത്തിന് പുറമെ ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുതിവൽക്കരിച്ച ഹോട്ടൽ എന്ന പ്രത്യേകത കൂടി ഈ ഹോട്ടലിനുണ്ടായിരുന്നു. പേര് പറഞ്ഞാൽ അറിയും, മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ പാലസ് ഹോട്ടൽ. ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടലുകളുടെ പട്ടികയിൽ മുന്നിൽ തന്നെയുണ്ട് താജ്മഹൽ പാലസ് ഹോട്ടൽ. തൻ്റെ പിതാവിൻ്റേതുപോലെ തന്നെ ജംഷഡ്ജിയുടെയും സ്വപ്നങ്ങൾ അഥവാ കാഴ്ചപ്പാടുകൾ എക്കാലവും കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്നവയായിരുന്നു. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആരംഭിക്കുക, ഇന്ത്യയിൽ വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്ഥാപിക്കുക, സ്റ്റീൽ പ്ലാന്റ് ആരംഭിക്കുക, വർണ്ണവിവേചനമോ അടിച്ചമർത്തലുകളോ ഇല്ലാത്ത ഏതുതരം ആളുകൾക്കും കയറി ചെല്ലാൻ സാധിക്കുന്ന ഒരു 5-സ്റ്റാർ ഹോട്ടൽ നിർമ്മിക്കുക. ഇതൊക്കെയായിരുന്നു ഇതിൽ ചിലത്. എന്നാൽ 1904-ൽ ജംഷഡ്ജി തൻ്റെ 65-ാം വയസ്സിൽ
ഒരു വ്യവസായ ശൃംഖലയ്ക്കും ഒരു തരത്തിലും തകർക്കാനോ മത്സരിക്കാനോ സാധിക്കാത്തത്ര വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പണിത് വെച്ചിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ മക്കളായ ടൊറാബ്ജി ടാറ്റയും രത്തൻജി ടാറ്റയും ചേർന്ന് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു. 1910 ടാറ്റയുടെ സ്റ്റീൽ പ്ലാന്റ് നിർമ്മിക്കപ്പെടുകയും സ്റ്റീൽ ഉൽപ്പാദനം ആരംഭിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത്. അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ധാരാളം ഉരുക്ക് ആവശ്യമായിരുന്നു. ബ്രിട്ടീഷ് ടാങ്കുകൾ നിർമ്മിക്കുന്നതിനും റെയിൽവേ ട്രാക്കുകളുടെ നിർമ്മാണത്തിനും അവർ ടാറ്റ സ്റ്റീൽ ഉപയോഗിച്ചു. അങ്ങനെ ടാറ്റ സ്റ്റീൽ നമ്പർ 1 സ്റ്റീൽ കമ്പനിയായി മാറി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ടാറ്റ സ്റ്റീൽ ബ്രിട്ടനിലും ശക്തി ആർജിച്ചിരുന്നു. 1914 ആയപ്പോഴേക്കും ടാറ്റ ഗ്രൂപ്പ് 14 വ്യത്യസ്ത കമ്പനികൾ ഉൾക്കൊള്ളുന്ന തരത്തിൽ വളരെ വലുതായി തീർന്നു. ഡൊറാബ്ജി ടാറ്റയുടെ വേർപാടിന് സാക്ഷ്യം വഹിച്ച 1932 തന്നെ JR ടാറ്റയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ വിമാന സർവീസ് ആരംഭിച്ചു. ടാറ്റ എയർലൈൻസ് എന്ന പേരിൽ തുടങ്ങിയ ഈ സർവീസ് പിന്നീട് എയർ ഇന്ത്യ എന്ന പേരിലേക്ക് മാറ്റി. 1938 JRD എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ജഹാംഗീർ രത്തൻ ജിദാദ ബോയ് ടാറ്റയുടെ ചെയർമാനായി ചുമതലയേറ്റു. ടാറ്റ ഗ്രൂപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാൻ എന്ന റെക്കോർഡും JRDക്കാണ്. തൻ്റെ 34-ാം വയസ്സിലാണ് JRD ടാറ്റയുടെ ചെയർമാനായത്. സ്റ്റീൽ, എഞ്ചിനീയറിംഗ്, പവർ, കെമിക്കൽസ്, ഹോസ്പിറ്റാലിറ്റി എന്നിവയിൽ പ്രധാന താല്പര്യമുള്ള ടാറ്റ ഗ്രൂപ്പിൻ്റെ വൻകിട കമ്പനികൾക്ക് വർഷങ്ങളോളം അദ്ദേഹം നേതൃത്വം നൽകി. രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി നൽകാനോ കരിഞ്ചന്ത ഉപയോഗിക്കാനോ വിസമ്മതിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ധാർമ്മിക നിലവാരം പുലർത്തിക്കൊണ്ട് തന്നെ ബിസിനസ്സിൽ വിജയം നിലനിർത്തി. ഇതുവരെ പറഞ്ഞത് പ്രീ ഇൻഡിപെൻഡൻസ്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള കഥയാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. തുടർന്ന് രാജ്യത്തെ പ്രധാന ബിസിനസ്സുകളും സ്ഥാപനങ്ങളും നാഷണലൈസ് ചെയ്യുവാനും സർക്കാരിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും അന്നത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു തീരുമാനിച്ചു. എന്നാൽ ഈ തീരുമാനം ടാറ്റ ഗ്രൂപ്പിന് വലിയൊരു തിരിച്ചടിയായി. അങ്ങനെ ടാറ്റ എയർലൈൻസ് നാഷണലൈസ് ചെയ്യപ്പെട്ടു. തീർച്ചയായിട്ടും JRD ടാറ്റയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം വളരെ വിഷമകരമായ ഒന്നായിരുന്നു. എന്നാൽ തുടക്കം മുതൽ തന്നെ ബിസിനസ് ലാഭത്തിനു വേണ്ടി മാത്രമുള്ളതല്ലെന്നും രാഷ്ട്ര നിർമ്മാണത്തിനും കൂടി വേണ്ടിയുള്ളതാണെന്നും ടാറ്റ ഗ്രൂപ്പ് വിശ്വസിച്ചിരുന്നു. ദേശീയവൽക്കരണത്തിന് ശേഷം നെഹ്റു സർക്കാർ JRD ടാറ്റയ്ക്ക് എയർ ഇന്ത്യയെ നയിക്കാനുള്ള സ്ഥാനം വാഗ്ദാനം ചെയ്തു. ഈ ഓഫർ JRD ടാറ്റ സന്തോഷത്തോടെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. നെഹ്റു നൽകിയ ഓഫർ വെറുതെ ആയില്ലെന്ന് തന്നെ പറയാം. കാരണം 1970-കളിലും 1980-കളിലും JRD ടാറ്റയുടെ നേതൃത്വത്തിൽ എയർ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനപ്രിയ എയർലൈനുകളിൽ ഒന്നായി മാറിത്തീർന്നു. ഇതുകൂടാതെ JRD മറ്റ് മേഖലകളിലേക്കും ബിസിനസ് വിപുലീകരിച്ചു. 1968 ഇലക്ട്രോണിക്സ് ഡാറ്റ പ്രോസസ്സിംഗ് സേവനങ്ങൾ നൽകുന്ന TCS എന്ന ടാറ്റ കൺസൾട്ടൻസി സർവീസ് സ്ഥാപിതമായി. ഇന്ന് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ തൊഴിൽ ദാതാവാണ് TCS. ഇതുകൂടാതെ ക്യാൻസർ ഗവേഷണ ചികിത്സാ കേന്ദ്രം, ഉപ്പിൻ്റെ നിർമ്മാണവുമെത്തിയ ടാറ്റ സോൾട്ട്, ഇലക്ട്രോണിക്സ് നിർമ്മാണം എല്ലാം തന്നെ വിജയം കൈവരിച്ചു. 1969 ദ മൊണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് പാസാക്കി. ഈ നിയമം ഏറ്റവും അധികം ബാധിച്ചത് ടാറ്റ ഗ്രൂപ്പിനെയാണ്. എല്ലാ മേഖലയിലും മൊണോപ്പൊളി സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു കമ്പനിക്കും വളരാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള സബ്സിഡികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കമ്പനികളിലെ ടാറ്റ സൺസിൻ്റെ ഉടമസ്ഥാവകാശം അദ്ദേഹം നേർപ്പിച്ചു. അങ്ങനെ ചെയ്യുന്നതിലൂടെ പുതിയ കമ്പനികളെ മൊണോപ്പൊളികളായി കണക്കാക്കാൻ സാധിക്കില്ല. എന്നാൽ വർഷങ്ങളായി ടാറ്റയുടെ ബിസിനസ്സുകൾ മറ്റുള്ളവർ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ സമീപനം ബിസിനസ്സിന് തെറ്റാണെന്ന് തെളിഞ്ഞു. ഇതെല്ലായ്പ്പോഴും എന്ന പോലെ വിജയകരമായില്ല. ഉദാഹരണത്തിന് റേഡിയോ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അവരുടെ ഇലക്ട്രോണിക് ബിസിനസ് നെൽക്കോ 1971 ആയപ്പോഴേക്കും നെൽക്കോയുടെ വിപണി വിഹിതം ഒരിക്കൽ 20% ആയിരുന്നിടത്തു നിന്നും 2% കുറഞ്ഞു. ഇനി നെൽക്കോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നെൽക്കോയെ തിരികെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ജംഷഡ്ജി ടാറ്റയുടെ ചെറുമകനെ വിളിച്ചു വരുത്തേണ്ടി വന്നു. അത് മറ്റാരുമല്ല, സാക്ഷാൽ രത്തൻ ടാറ്റയായിരുന്നു. ടാറ്റ ഫാമിലിയുടെ ഒരു അകന്ന ബന്ധത്തിലുള്ളതും മിഡിൽ ക്ലാസ് ഫാമിലിയിലെ അംഗവുമായിരുന്ന നെബൽ ടാറ്റ എന്ന 13-കാരനെ ജംഷഡ്ജി ടാറ്റ 1917 ദത്തെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ എത്തിയിരിക്കുന്ന രത്തൻ ടാറ്റ. ടാറ്റ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഈ തലമുറക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതമായ പേരും ഇത് തന്നെയാകും. 1962 മുതൽ അദ്ദേഹം സജീവമായി ടാറ്റ ഗ്രൂപ്പിൽ ജോലി ചെയ്തിരുന്നു. 1971 ടാറ്റയുടെ നെൽക്കോ എന്ന പ്രസ്ഥാനത്തെ നയിക്കാൻ ഇദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. ചുമതല ഏറ്റെടുത്ത രത്തൻ ടാറ്റ ആദ്യം തന്നെ റേഡിയോകളുടെ നിർമ്മാണം നിർത്താൻ തീരുമാനിക്കുകയും നെൽക്കോയെ തിരികെ കൊണ്ടുവരാൻ പുതിയ സാങ്കേതിക വിദ്യകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും തീരുമാനിച്ചു. അതായത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് പോലെ. 3 വർഷത്തിനുള്ളിൽ ബിസിനസ്സിൻ്റെ ഗതി മാറി. അങ്ങനെ 1975 ആയപ്പോഴേക്കും നെൽക്കോയുടെ വിപണി വിഹിതം 20% തിരിച്ചെത്തി. നിർഭാഗ്യവശാൽ ഈ സമയത്ത്
അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇത് നെൽക്കോയുടെ ബിസിനസ്സിനെ വീണ്ടും പ്രതികൂലമായി ബാധിച്ചു. ഒടുവിൽ ഇക്കാരണത്താൽ അത് അടച്ചുപൂട്ടേണ്ടിയും വന്നു. ജംഷെഡ്ജി ടാറ്റ സ്ഥാപിച്ച കോട്ടൺ മില്ലിനും സമാനമായ ഒരു കഥയുണ്ട്. അതിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഉത്തരവാദിത്തവും രത്തൻ ടാറ്റയെ ഏൽപ്പിച്ചു. പക്ഷേ ആ ദൗത്യം വിജയിപ്പിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. എന്നിരുന്നാലും സീനിയർ മാനേജ്മെൻറ്റ് രത്തൻ ടാറ്റയുടെ കഴിവുകളിലും പ്രയത്നത്തിലും ആകൃഷ്ടരായി. പരാജയമൊരിക്കലും രത്തൻ ടാറ്റയെ തളർത്തില്ല എന്നും വിജയം കൈവരിക്കാൻ എത്ര വേണമെങ്കിലും പ്രയത്നിക്കാനുള്ള ഒരു ദൃഢനിശ്ചയം രത്തൻ ടാറ്റയ്ക്ക് ഉണ്ട് എന്നും മാനേജ്മെൻറ്റിന് ബോധ്യമായി. തുടർന്ന് 1991 അദ്ദേഹത്തെ JRD ടാറ്റയുടെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു. ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സ്ഥാനം ഏൽപ്പിച്ചു. 1991 ഇന്ത്യയുടെ ധനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യൻ വ്യാവസായിക രംഗത്ത് ലിബറലൈസേഷൻ പ്രഖ്യാപിച്ച വർഷമായിരുന്നു. അങ്ങനെ ഇന്ത്യൻ വിപണി ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് തുറന്നുകൊടുത്തു. അങ്ങനെ ഇന്ത്യ സോഷ്യലിസം എന്ന മാതൃക ഉപേക്ഷിച്ച് ക്യാപിറ്റലിസ്റ്റ് മോഡൽ, അതായത് മുതലാളിത്ത മാതൃക പിന്തുടരാൻ തീരുമാനിച്ചു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള ഏക മാർഗം അതുമാത്രമായിരുന്നു. ലിബറലൈസേഷൻ വന്നതോടെ ടാറ്റയും ഒരു മാറ്റത്തിന് തയ്യാറായി. JRD ടാറ്റ ചെയ്തതിന് നേർവിപരീതമായി ചെയ്യാൻ രത്തൻ ടാറ്റ തീരുമാനമെടുത്തു. എല്ലാ ടാറ്റ സബ്സിഡറികളിലും അദ്ദേഹം ടാറ്റ സൺസിൻ്റെ ഉടമസ്ഥാവകാശം ഉയർത്താൻ തുടങ്ങി. ടാറ്റ ഗ്രൂപ്പ് കമ്പനികളെ അന്താരാഷ്ട്ര കമ്പനികൾക്കും കൈയടക്കാതിരിക്കാനാണ് അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ടാറ്റ ഗ്രൂപ്പ് ഈ കാലയളവിൽ അതിജീവിക്കാൻ മാത്രമല്ല വിദേശ കമ്പനികളെ ഏറ്റെടുക്കാനും തുടങ്ങി. ഇംഗ്ലണ്ടിലെ ടെറ്റ്ലി കമ്പനി $12 ബില്യൺ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തു. യൂറോപ്പിൻ്റെ സ്റ്റീൽ ഗേറ്റ് കോറസ് $11.3 ബില്യൺ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തു. മറ്റൊരു രസകരമായ സംഭവം UK കാർ നിർമ്മാണ കമ്പനിയായ ജാഗ്വർ ലാൻഡ് റോവർ കമ്പനി വിൽക്കാനുള്ള ചർച്ചയിലായിരുന്നു. ഈ അവസരത്തിൽ ടാറ്റ ഗ്രൂപ്പ് കമ്പനി ഏറ്റെടുക്കണമെന്ന് കമ്പനിയിലെ തൊഴിലാളികൾ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ജാഗ്വർ ലാൻഡ് റോവറിന് 3 മുതൽ 4 വരെ കമ്പനികളിൽ നിന്നും ഓഫറുകൾ ലഭിച്ചിരുന്നു. ഏറ്റെടുക്കാൻ സാധ്യതയുള്ളവരിൽ ജാഗ്വർ ലാൻഡ് റോവർ കമ്പനിയിലെ തൊഴിലാളികളാണ് ടാറ്റ ഗ്രൂപ്പിനെ തിരഞ്ഞെടുത്തത്. കാര്യം ഇതൊരു ലക്ഷറി ബ്രാൻഡായിരുന്നെങ്കിലും ടാറ്റ അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവൽ കസ്റ്റമേഴ്സിനെ അവഗണിക്കാനും ഉപേക്ഷിക്കാനും തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ രത്തൻ ടാറ്റയുടെ മറ്റൊരു ജീവിതാനുഭവം ടാറ്റയുടെ മറ്റൊരു പ്രൊഡക്റ്റ് പുറത്തിറങ്ങാൻ നിമിത്തമായി. വർഷം 2003 നവംബർ മാസം. കുത്തിയൊലിക്കുന്ന മഴയിൽ ട്രാഫിക് ബ്ലോക്കിൽ തിങ്ങിനിറങ്ങി 4 പേരടങ്ങുന്ന ഒരു കുടുംബം സ്കൂട്ടറിലേറെ പ്രയാസപ്പെട്ട് യാത്ര ചെയ്യുന്നു. ഈ കാഴ്ച അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. ഏതൊരു സാധാരണക്കാരും കാർ വാങ്ങാൻ കഴിയണം. അതിനായി അദ്ദേഹം പ്രയത്നം തുടങ്ങി. അങ്ങനെ 5 വർഷത്തിന് ശേഷം രത്തൻ ടാറ്റ നാനോ കാർ പുറത്തിറക്കി. ലോഞ്ചിങ്ങിൻ്റെ സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു: സാമൂഹിക ഉന്നമനമാണ് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അടിസ്ഥാന വിശ്വാസം. സാമ്പത്തികമില്ലായ്മ സാധാരണക്കാരൻ്റെ സൗകര്യങ്ങളെ ബാധിക്കരുത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തിറക്കുന്നു ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാർ. വെറും 1 ലക്ഷം രൂപ മാത്രം. എന്നാൽ ഈ കാറിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം തീർത്തും മോശമായിരുന്നു എന്ന് മാത്രമല്ല, നിരുപാധികം പരാജയപ്പെട്ടു പോയി എന്ന് തന്നെ പറയാം. ഇനി ടാറ്റയുടെ പേര് ബ്രാൻഡ് ചെയ്യപ്പെടാത്ത നിരവധി സ്ഥാപനങ്ങളും ബിസിനസ്സുകളും ടാറ്റ സ്ഥാപിച്ചിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും നാഗ്പൂരിലെ എംപ്രസ് മിൽ എന്നറിയപ്പെടുന്ന കോട്ടൺ മില്ലും അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ്. താജ് ഹോട്ടൽ, അതിലും ടാറ്റയുടെ പേരുണ്ടായിരുന്നില്ല. ജംഷെഡ്ജി ടാറ്റയുടെ പേരിൽ അറിയപ്പെടുന്ന ജംഷഡ്പൂർ എന്ന നഗരത്തിന് ആ പേരിട്ടത് ഒരിക്കലും ടാറ്റ ഗ്രൂപ്പുകാർ അല്ലായിരുന്നു. പകരം അക്കാലത്തെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയാണ് ഈ നഗരത്തിന് ഇത്തരത്തിലൊരു പേര് തന്നെ നൽകിയത്. ഇന്ന് ഈ നിലയിൽ ഉയർന്നു നിൽക്കുന്ന $110 ബില്യൺ മൂല്യമുള്ള ടാറ്റ എന്ന സാമ്രാജ്യം ദശാബ്ദങ്ങളായി ജംഷെഡ്ജിയുടെ പിൻഗാമികളായ ദൊറാബ്ജിയുടെയും രത്തൻജിയുടെയും JRD ടാറ്റയുടെയും കാലങ്ങളായുള്ള പ്രയത്നത്തിൻ്റെ ഫലമാണ്. വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 2004 ഒക്ടോബർ 9 അന്തരിച്ച രത്തൻ ടാറ്റയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അർദ്ധ സഹോദരനായ നോയൽ ടാറ്റ ടാറ്റ ട്രസ്റ്റുകളുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റു. അദ്ദേഹം ഇപ്പോൾ നേതൃത്വം നൽകുന്ന ടാറ്റ ട്രസ്റ്റുകളിൽ പ്രധാനമായും രത്തൻ ടാറ്റ ട്രസ്റ്റ് ആൻഡ് അലൈഡ് ട്രസ്റ്റുകളും ടാറ്റ ഗ്രൂപ്പ് എൻ്റർപ്രൈസസിൻ്റെ മാതൃക കമ്പനിയായ ടാറ്റ സൺസിൽ 66% നിയന്ത്രണ ഓഹരി കൈവശം വെച്ചിരിക്കുന്ന ദൊറാബ്ജി ടാറ്റ ട്രസ്റ്റ് ആൻഡ് അലൈഡ് ട്രസ്റ്റുകളും ഉൾപ്പെടുന്നു. ടാറ്റയുടെ ഈ വിജയഗാഥ വ്യാവസായിക രംഗത്ത് ഒരു ചരിത്രം എന്നതിലുപരി നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിലെ ഒരു നാഴികക്കല്ല് കൂടിയാണ്. ഒരു കുടുംബത്തിലെ ഓരോ തലമുറയും അവരുടെ സ്വന്തം ബിസിനസ് താൽപ്പര്യങ്ങളുടെ വിപുലീകരണത്തിൽ മാത്രമല്ല, മറിച്ച് രാഷ്ട്ര നിർമ്മാണത്തിലും എങ്ങനെ തങ്ങൾ പങ്കാളികളായി എന്നതിൻ്റെ ചരിത്രരേഖയും കൂടിയാണ്. പാൻ ഇന്ത്യയുടെ പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം.